ആടുജീവിതം സിനിമയെ ഓസ്കാറുമായി ചേർത്തുവെച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമാണെന്ന് സംവിധായകൻ ബ്ലസി. എന്നാൽ അതിലേക്കുള്ള പാതയ്ക്ക് സാമ്പത്തിക ചെലവ് ഏറെയുള്ളതാണെന്ന് ബ്ലസി ഒമാൻ ഫിലിം സൊസൈറ്റിയിൽ പറഞ്ഞു. ആടുജീവിതം സിനിമയ്ക്ക് ഓസ്കാർ ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഓസ്കാർ ലഭിക്കുമോ എന്ന ചോദ്യം പ്രസക്തമല്ലെന്നും ഓസ്കാർ ലഭിക്കുന്ന കാര്യം അതിനെ അതിന്റെ വഴിക്ക് വിടുന്നതാണ് നല്ലതെന്നും അർബാബിന്റെ വേഷം ചെയ്ത ഒമാൻ നടൻ താലിബ് ബലൂഷി പറഞ്ഞു. സിനിമയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഏറെ ആലോചിച്ചിരുന്നത് ഇതിന്റെ പ്രധാന ലൊക്കേഷനായ മരുഭൂമിയെയും അർബാബിന്റെ വേഷം ചെയ്യുന്ന ആളെയും കുറിച്ചായിരുന്നു. മരുഭൂമിയിലെ ഷൂട്ടിംഗ് അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറത്താണ്. ക്യാമറയുടെ ഒരു ഫ്രെയിമിനുള്ളിലാണ് നമ്മൾ റിഹേഴ്സൽ ചെയ്യിക്കുക. പക്ഷെ ഇതിലെ ഒരു ഫ്രെയിം പോലും ഞാൻ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമിൽ വെച്ചിട്ട് എനിക്ക് റിഹേഴ്സൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഡെസേർട്ടിൻ്റെ ഫുഡ് മാർക്ക് എന്ന് പറഞ്ഞത് ഈ പ്രത്യേകിച്ച് ലൈറ്റും ക്യാമറയും അത് ഇതെല്ലാം എടുത്തുകൊണ്ട് 100-100 പേര് ഇങ്ങനെ എടുത്ത് അങ്ങനെ പോകുമ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ പോലും നമുക്കതിനൊരു ലിമിറ്റുണ്ട്. അർബാബിന്റെ വേഷം ചെയ്ത ഒമാനി കലാകാരൻ ഡോക്ടർ ത്വാലിബ് അൽ ബലൂഷി മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ബ്ലസി പറഞ്ഞു. മലയാള സിനിമയിലെ തിലകനെ പോലെയാണ് അദ്ദേഹം. നോവലിലെ നജീബും സിനിമയിലെ നജീബും രണ്ടും വ്യത്യാസമുണ്ട്. മൂലകഥ അടിസ്ഥാനമാക്കി ഞാൻ രൂപപ്പെടുത്തിയതാണ് സിനിമയിലെ നജീബ്. അതുകൊണ്ട് മറ്റ് വിവാദങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നും ബ്ലസി പറഞ്ഞു. അർബാബിന്റെ വേഷം ചെയ്ത ഒമാനി കലാകാരൻ ത്വലീബ് അൽ ബലൂഷി, ഹക്കീമായി അഭിനയിച്ച ഗോകുൽ, ഗായകൻ ജിതിൻ രാജ്, ഒമാനി ഗായകൻ ജാഹദ് അൽ അറൈസി, ഒമാനി നടനും സംവിധായകനുമായ മുനീർ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മസ്കത്ത്.